ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CSIR സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലാണ്. അപ്പം നമുക്ക് കുറച്ച് പുതിയ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ട പോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള തസ്തികയിലേക്കാണ്, സ്റ്റെനോഗ്രാഫർ, റിസപ്ഷനിസ്റ്റ് പോലെയുള്ള തസ്തികയിലേക്കാണ് വിജ്ഞാപനം. അപ്പോൾ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് കാണാം. ഈ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം റീസെൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം. 1/2022 ഇതിലൂടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണാം. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് കാണാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഒന്ന് നോക്കി വരാം. അഡ്വർടൈസ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 14/1/2022 ആണ്. എന്നാൽ ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന ഡേറ്റ് 14/2, അതായത് ഫെബ്രുവരി 14 വരെ നമുക്കിത് അപേക്ഷിക്കാൻ സമയമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും വെച്ച് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കേണ്ട ഡേറ്റാണ് 25/2/2022 എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റൽ കോഡ്. അതായത് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ പോസ്റ്റൽ കോഡ് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി വെച്ചിട്ട് പോസ്റ്റിൻ്റെ കോഡ് അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കോളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, പോസ്റ്റ് കോഡ് എന്നുള്ള. പിന്നെ നമ്മുടെ പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ഒന്നാമതായിട്ട് വരുന്നത്. ജനറൽ കാറ്റഗറി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഇതിൽ 5 പോസ്റ്റാണ് ഒഴിവുള്ളത്. പിന്നെ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. അപ്പം +2 തുല്യതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങിൽ ഇത്ര നിശ്ചിതമായുള്ള സ്പീഡ് 35 വേർഡ്/മിനിറ്റ് എന്നൊക്കെയുള്ള ഇംഗ്ലീഷിൽ സ്പീഡൊക്കെ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അത്തരം കോഴ്സുകൾ ചെയ്തവരോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷ നൽകാം. ദെൻ നിങ്ങൾക്ക് ഇതിനൊക്കെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, കാരണം നമ്മൾ ടൈപ്പ് റൈറ്റിങ്ങിൽ ഫാസ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള. ഇനി അപ്പർ ഏജ് ലിമിറ്റാണ്, അത് നമുക്ക് നോക്കാം. 14/2/2022 ആണ് ഇത് കണക്കാക്കുന്നത്. അതായത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഈ ഏജിൻ്റെ മാക്സിമം ലിമിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ 28 വയസ്സിൽ കൂടാൻ പാടില്ല ജനറൽ കാറ്റഗറി ആണെങ്കിൽ. പിന്നെ SC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. ദെൻ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള കാറ്റഗറി ആണെങ്കിൽ 28 വയസ്സ് തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് F&A എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ OBC 1 SC 1 പോസ്റ്റാണ്. ടോട്ടൽ 2 പോസ്റ്റാണുള്ളത്. ഇതിൻ്റെ പേ സ്കെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ദെൻ +2 തന്നെയാണ് ഇതിൻ്റെ യോഗ്യത. അതുപോലെ തന്നെ അക്കൗണ്ടൻസി ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് +2-ൽ. അതോടൊപ്പം തന്നെ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡ് ഇവിടെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് നിശ്ചിതമായുള്ളൊരു ഫോർമാറ്റിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ഇത് അപേക്ഷ നൽകാവുന്നതാണ്. പിന്നെ OBCക്ക് 31 വയസ്സ് വരെ അപേക്ഷിക്കാം. SCക്ക് ആണെങ്കിൽ 33 വയസ്സ് വരെ അപേക്ഷിക്കാം. പിന്നെ വരുന്നത് മൂന്നാമത്തെ പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് S&P കാറ്റഗറിയാണ്. ഇപ്പോൾ കാറ്റഗറി ഇങ്ങനെ മാറുന്നുണ്ട്. ദെൻ ജനറൽ കാറ്റഗറിയിലേക്ക് 1, OBC കാറ്റഗറിയിലേക്ക് 1 ആണ്. ടോട്ടൽ 2 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ദെൻ ഇവിടെയും +2 തന്നെ, സെയിം ക്വാളിഫിക്കേഷൻ തന്നെ. നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരു സ്പീഡ്, ടൈപ്പിംഗ് സ്പീഡ് വേണമെന്നിവിടെ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ. പിന്നെ ഇതിൻ്റെ ജനറൽ കാറ്റഗറിയിലേക്കുള്ള ഏജ് എന്ന് പറയുന്നത് 28 വയസ്സാണ് മാക്സിമം. OBCയിലേക്ക് 31 വയസ്സാണ്. പിന്നെ വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്. 4 പോസ്റ്റ് ഇതിലുണ്ട്. ജനറൽ കാറ്റഗറി 3, OBC 1 വരുന്നത്. ഇവിടെ +2 തന്നെയാണ്. അതോടൊപ്പം ഷോർട്ട് ഹാൻഡ് സ്പീഡ് ഇവിടെ പറയുന്നുണ്ട്. 80 വേർഡ്/മിനിറ്റ് ആണ് പറയുന്നത്. അപ്പം അത് ജസ്റ്റ് നോക്കാം. പിന്നെ ഡിക്റ്റാക്ഷനും ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകാം. ദെൻ 27 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്. അതുപോലെ തന്നെ OBCക്ക് ആണെങ്കിൽ അത് 30 വയസ്സാണ്. പിന്നെ വരുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. റിസപ്ഷനിസ്റ്റ് 1 പോസ്റ്റാണുള്ളത്. ജനറൽ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേ സ്കെയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് വിത്ത് 2 ഇയർ റിലവൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് അതിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് ഗവൺമെൻറ്റോ ഓട്ടോണമസ് ബോഡിയോ പബ്ലിക് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ നൽകാം. 28 വയസ്സാണ് ഇതിൻ്റെ മാക്സിമം ഏജ് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കാനുള്ളത്. പിന്നെ ഇവിടെ അടുത്തതിൽ ജോബ് റിക്രൂട്ട്മെൻറ്റ് നേച്ചർ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ജോബാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏത് ഫീൽഡിലാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ദെൻ പിന്നെ
ജനറൽ ഇൻഫർമേഷൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യൻ പൗരനായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക അപേക്ഷിക്കുന്നതിന് മുൻപ്. പിന്നെ നമ്മളതൊക്കെ ചെയ്ത വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് മാക്സിമം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഒക്കെ പറയുന്നത് എസ് സിക്കാണ് 5 വർഷം വരെയും, OBC ആണെങ്കിൽ അത് 3 വർഷം വരെയൊക്കെ പറയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ OBC നമുക്ക് നോൺ ക്രിമിലിയർ ആയാലും കിട്ടില്ല, നോൺ ക്രിമിലിയർ ആയാൽ മാത്രമേ നമുക്ക് ആ റിലാക്സേഷൻ കിട്ടൂ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഏജ് റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറി വെച്ചാൽ ആ ഭാഗം മാത്രം നോക്കിയാൽ മതി. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജനറൽ, FP, S&P ഈ 3 കാറ്റഗറികളിൽ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എങ്ങനെയാണത് സെലക്ട് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. അതായത് സ്ക്രീനിങ് കമ്മിറ്റി, റിട്ടൺ എക്സാമിനേഷനും അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിലെ ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഒക്കെ അവർ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളെ സെലക്ട് ചെയ്യുക. റിട്ടൺ എക്സാമിനേഷൻ 2 പേപ്പർ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പേപ്പർ 1 and 2. അപ്പോൾ അതൊക്കെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെയാണ് എക്സാം കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയാൽ മതി. അങ്ങനെ ഓരോ പോസ്റ്റിനും അവിടെ പറയുന്നുണ്ട്. സ്റ്റെനോഗ്രാഫറിൻ്റെതാണെങ്കിൽ അത് വേറെ രീതിയിലാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റെനോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും അതുപോലെ സ്ക്രീനിങ് കമ്മിറ്റി തന്നെയാണ് റിട്ടൺ എക്സാമിനേഷൻ അതുപോലെ പേഴ്സണൽ അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആ പോസ്റ്റിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹൗ ടു അപ്ലൈ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അതോട് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ നമ്മൾ വെച്ചിട്ട് അത് പോസ്റ്റലായിട്ടും വായിക്കണം. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു PDF കോപ്പി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ഇതിൻ്റെ ലിങ്ക്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതിൽ തന്നെ ജസ്റ്റ് നേരെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഇമെയിൽ ID കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ഇമെയിൽ ID ഉണ്ടാക്കിയതിന് ശേഷം അപേക്ഷിക്കണം. കാരണം ഇമെയിൽ ID ഒക്കെ ഇതിന് നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അപേക്ഷിക്കണം. പിന്നെ ഇവിടെ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. അത് ഫീസ് ഉണ്ട്. ഈ ഒരു അപേക്ഷയ്ക്ക് ഫീസ് ഉണ്ട്. അതായത് നമ്മൾ 500 രൂപയാണ് ഫീസ് പറയുന്നത്. അത് നമ്മൾ നെറ്റ് ബാങ്കിങ്ങിലൂടെ മാത്രമാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. അത് മൊബൈൽ ബാങ്കിങ്ങിലൂടെ ഒന്നും നമുക്ക് ഫീ അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് ബാങ്കിങ്ങിലൂടെ ഇപ്പം നമുക്കില്ലെങ്കിലും മറ്റാർക്കെങ്കിലും നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി അടയ്ക്കാം, അക്ഷയയിലൊക്കെ പോയി അടയ്ക്കാം. അപ്പോൾ അതിന് ഈ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതായത് നെറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന 500 രൂപ നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ട് ഹോൾഡറെ നെയിമും അതുപോലെ അക്കൗണ്ട് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ 500 രൂപ അടയ്ക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ SC ST PWBD അതേമാതിരി വിമൺ CSIR എംപ്ലോയി തുടങ്ങിയ ആളുകൾക്കൊന്നും അല്ലെങ്കിൽ തുടങ്ങിയ കാറ്റഗറിയിലുള്ളവർക്കൊന്നും ഫീസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസും, നമ്മുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ വേണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള നമുക്ക് എന്തൊക്കെയാണോ അപ്ലിക്കബിൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് നമ്മൾ സെൽഫ് സൈൻ ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഓൺലൈനായിട്ട് അടിച്ച ചലാൻ്റെ, അതായത് ഈ റെസിപ്റ്റ് അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റലായിട്ട് അപേക്ഷ നൽകണം. അപ്പോൾ പോസ്റ്റലായിട്ട് അപേക്ഷ നൽകുന്ന എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ എഴുതണം: അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ്. ഇപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ പോസ്റ്റ് കോഡ് നമ്മളെ കോളത്ത് നിന്ന് കിട്ടും. ആ പോസ്റ്റ് കോഡ് നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, OBC ആണോ, SC ആണോ, AWS ആണോ, ഏതാ വെച്ചാൽ അതും ആ പോസ്റ്റ് കോഡും പാടെ കൂട്ടി ചേർത്തിട്ട് നിങ്ങളിവിടെ എഴുതുക. അപ്പോൾ പോസ്റ്റ് കോഡ് എന്നുള്ളൊരു കോളം തന്നെ നമ്മുടെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മുടെ ആ ഒരു കോളത്തിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ അപേക്ഷ അയക്കേണ്ട വിലാസമാണ് ഈ ഒരു ഇത്രയും ഭാഗം. ഓക്കെ, തമിഴ്നാട് വരെ നമ്മൾ ആ ഒരു
ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ട് 25/2/2022 മുൻപായിട്ട് അവിടെ എത്തുന്ന രീതിയിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. ഇത്രയും കാര്യമാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ മോർ ദാൻ 1 പോസ്റ്റ് മസ്റ്റ് സബ്മിറ്റ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഈച്ച് പോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എന്താണ് നമുക്ക് ഒന്നിലധികം പോസ്റ്റിൽ അപേക്ഷ നൽകണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോസ്റ്റിനും അപേക്ഷ നൽകണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും നടക്കണം. അതായത് ഓരോ പോസ്റ്റിനും ഓരോ ഫീസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് നമ്മൾ പോസ്റ്റലായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ എന്താണ് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആ ഒരു ഫീ റെമിറ്റൻസ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റെസിപ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റെഫറൻസ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് കളർ ഫോട്ടോഗ്രാഫാണ്, നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ടിൽ നമ്മളത് ഒട്ടിച്ചിട്ട് അത് അതിൻ്റെ മുകളിലൂടെ സൈൻ ചെയ്ത് അയക്കണം. അതോടൊപ്പം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പികളാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി, പിന്നെ NOCക്ക് എന്തെങ്കിലും ഇതൊക്കെ അപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിക്ക് മാത്രം ആവശ്യമുണ്ടെങ്കിൽ അത് അയക്കുക. അല്ലാത്തവർ അത് ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള നമുക്കത് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമ്മൾ അത് അയക്കേണ്ട ആവശ്യമില്ല. ദെൻ എനി അതർ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഒരു പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ക്ലെയിം കിട്ടാണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റഡ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ മോഡ് ഓഫ് എക്സാമിനേഷനും പാറ്റേൺ, അതായത് ഏകദേശം നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കീം ഓഫ് എക്സാമിനേഷനൊക്കെ ഇവിടെ ജസ്റ്റ് എനിക്ക് കോളം വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേപ്പറായിട്ടാണ്, പേപ്പർ 1 and 2 എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേപ്പറായിട്ടാണ്. OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്സൊക്കെയാണ്, ചോയ്സ് എക്സാമിനേഷനാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ സ്കോറൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ നൽകിയതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുക. ഇതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോർമാറ്റാണ്, അതായത് ഇപ്പം SC/ST ഒക്കെ കാറ്റഗറിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ഒരു രീതിയിലായിരിക്കണം. പിന്നെ അതേപോലെ OBC അങ്ങനെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റേതാണ് ഇത്, അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹൗ ടു അപ്ലൈ എന്നുള്ള ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഇടും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അങ്ങനെയാണ് എനിക്ക് ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1/2022 എന്ന് കാണാം. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ഇതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ, അതായത് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും എൻഡ് ചെയ്യുന്ന ഡേറ്റൊക്കെ ഇവിടെ അറിയുന്നുണ്ട്. അതുപോലെ ഹാർഡ് കോപ്പി കൊടുക്കേണ്ട ഡേറ്റൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID പാസ്വേഡും ഉണ്ടായിരിക്കും, അത് വെച്ച് ചെയ്യാം. ഇനി നമ്മൾ ആദ്യമായിട്ടാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ 3 സ്റ്റേജസ് ആയിട്ടാണ്. ഒന്ന് രജിസ്ട്രേഷനാണ്, പിന്നെ അപ്ലിക്കേഷൻ ഫീ, പിന്നെ അപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ആണ്. ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഈ ഒരു നമ്മുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് ഫസ്റ്റ് തന്നെ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. ന്യൂ രജിസ്ട്രേഷനിൽ നമ്മൾ ഏത് പോസ്റ്റിനാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും പോസ്റ്റ്. ഇതിലേത് പോസ്റ്റ് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യാം. നമ്മൾ ജനറൽ ആണോ, SC ആണോ, OBC ആണോ, EWS ആണോ, ഏതാഴ്ച നിങ്ങൾ സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോരോ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ ഒരു ഇമെയിൽ ID നിർബന്ധമാണ്. അപ്പോൾ ഇമെയിൽ ID കൊടുക്കുക.
ദെൻ കൺഫേം ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എടുക്കുക, ന്യൂ പാസ്വേഡ് എടുത്തിട്ട് രജിസ്റ്റർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അപ്ലിക്കേഷൻ ഫീ കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് മറ്റ് ഫോമുകൾ ഫില്ല് ചെയ്യുക, അതിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൊടുക്കേണ്ടിയിട്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷൻ ഓൺലൈനായിട്ടുള്ള അപേക്ഷ പൂർണ്ണമാവും. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് നമ്മൾ അതിൽ ക്രോസ് ആയിട്ട് സൈൻ ചെയ്ത് അതിൽ ആവശ്യമായിട്ടുള്ള നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും പോസ്റ്റിൽ അപേക്ഷിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ നിന്നുണ്ടാകണം. താങ്ക് യു.